ശ്രീമദ് ഭാഗവതം നമ്മൾ ഇന്ന് 30ാമത്തെ ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. ഇത് സ്കന്ധം 3-ലെ 1-ാമത്തെ അധ്യായമാണ്. ഇത് വിതുരോദ്ധവ സമാഗമമാണ്. വിതുരരും ഉദ്ധവരും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന് അവർ തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ ഇതിനു മുമ്പിൽ നമ്മൾ കണ്ടത് പ്രപഞ്ച സൃഷ്ടി, ആ വിരാട പുരുഷൻ ഒരു ജനിതക ഘടനയായി എടുത്താൽ ഏതുപോലെയാണ് നമ്മളെ ബീജവും അണ്ടവും കൂടിയിട്ടുള്ള ആ ജനിതക ഘടനയിൽ നിന്നാണ് നമ്മൾ വികസിച്ചിട്ട് നമ്മളായി മാറുന്നത്. ആ ജനിതക ഘടനയിൽ ഓരോ ആ സ്ട്രക്ചറും നമ്മുടെ ഓരോ സ്വഭാവമാണ്. ആ സ്വഭാവങ്ങളാണ് ഗ്രാജ്വലായിട്ട് പടിപടിയായിട്ട് പരിവർത്തനത്തിലൂടെ നമ്മളായി മാറുന്നത്. ഇതേപോലെ തന്നെ ഒരു ജനിതക ഘടനയായിട്ട് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ജനിതക ഘടനയായിട്ട് ആ പുരുഷനെ കണ്ടുകൊണ്ട് അതിൽ നിന്നും ഗ്രാജ്വലായിട്ട് ഡെവലപ്പായി നമ്മളും എല്ലാം ഡെവലപ്പാകുന്ന കാര്യമാണ് അവിടെ ചുരുക്കി കഥരൂപത്തിൽ പറഞ്ഞത്. അപ്പം അതൊരു വലിയ ശാസ്ത്ര വിഷയമാണ്. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പം അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് കുറച്ച് എല്ലാവർക്കും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ശുദ്ധമായ സയൻസ് പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞാൽ വേദവ്യാസനറിയാം ഈ കഥയുടെ കാര്യം, ഈ ഗ്രന്ഥത്തിൻ്റെ കാര്യവും വേദങ്ങൾ പോലെയായി മാറും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? കഥ പെട്ടെന്നൊന്ന് തിരിച്ച് വിതുരരുടെ കഥ, ആ മഹാഭാരത കഥയുടെ എല്ലാം ഭാഗമായിട്ടങ്ങ് പോയി. യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്യുന്ന എന്താണ്? ഇപ്പം കഷായം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്കിടക്ക് പഞ്ചസാര കൊടുക്കും. അപ്പോൾ ബുദ്ധിയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അമ്മ തിരിയുമ്പോൾ കഷായം തുപ്പിയിട്ട് പഞ്ചസാര കഴിക്കും. അതുപോലെ നമ്മളും ഈ സയൻസ് എന്തിനു വേണ്ടിയാണോ ഈ ഭാഗവത രൂപത്തിൽ എഴുതിയത്, ഈ സയൻസ് മുഴുവൻ സാധാരണക്കാരനെ കൊണ്ട് പറയുക, കഥ രൂപത്തിൽ പറഞ്ഞ് ഒപ്പിക്കാനാണ്. അതിൻ്റെ ഇടക്ക് വിടുന്നതാണ് ഈ കൃഷ്ണൻ്റെ കഥയും മറ്റുമല്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന എന്താണ്? അതിനെല്ലാം വിട്ടിട്ട് കുട്ടികൾ കഷായം കളഞ്ഞിട്ട് പഞ്ചസാര എടുക്കുന്ന മാതിരി നമ്മൾ രാധേ എന്നും പറഞ്ഞുകൊണ്ട് രാധേയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഇത് നമ്മൾ ഓർത്തുകൊണ്ട് വേണം ഈ ഭാഗവത ക്ലാസ്സിലൂടെ പോകാൻ. അപ്പം നമ്മൾ ആദ്യം വിതുരരുടെ കഥയിലേക്ക് പോവുകയാണ്, ഹെലെ മുഷിയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നിലെ ശ്രീസുഖൻ പരീക്ഷത്തോട് പറയുകയാണ്, നല്ല സമ്പൽ സമൃദ്ധമായ ഒരു കുടുംബത്തിൽ നിന്നാണ് അതെല്ലാം ഉപേക്ഷിച്ചിട്ട്, ആ കൊട്ടാരെല്ലാം ഉപേക്ഷിച്ചിട്ട് വിതുരര് പോയത്. എന്നിട്ട് അങ്ങനെ വനത്തിലെത്തി അലഞ്ഞു തിരിഞ്ഞ് അദ്ദേഹം മൈത്രേയൻ എന്ന ഒരു പണ്ഡിതനെ കണ്ടു. അപ്പം മൈത്രേയൻ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താണത്? സർവേശ്വരനായ ശ്രീകൃഷ്ണൻ 2-ൽ പറയുകയാണ്, പാണ്ഡവരുടെ കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് കയറി ഇടപെട്ടിട്ട് പാണ്ഡവരുടെ കാര്യമെല്ലാം ബന്ധപ്പെട്ട് കൊണ്ടുവന്നു. അതായത് പാണ്ഡവർക്കുള്ള സ്ഥലം കൊടുക്കണം എന്നെല്ലാം പറഞ്ഞു വന്നിട്ട് അവിടെ വെച്ച് നടക്കുന്ന ആ കാലഘട്ടം, കൃഷ്ണൻ അതിൻ്റെ പിന്നാലെ നടക്കുന്ന കാലഘട്ടത്തിലാണ് വിതുരര് ആ കൊട്ടാരെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഇത്രയും സൗഭാഗ്യമായ കൊട്ടാരെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തത്? വീട് വിട്ട് ഇറങ്ങിപ്പോയത്. അപ്പം അങ്ങനെ ഒരു വീട് വിട്ട് ഇറങ്ങി പോകണ്ടെങ്കിൽ ഒന്നിക്ക് വിരക്തി വരണം. അത്രയും വലിയ വിരക്തി വന്നിട്ടാണ് ഇറങ്ങിപ്പോവുക. അപ്പം ആ വിരക്തിന് എന്ത് വേണം? അത്രയും ഒരു കൊട്ടാരത്തിലെല്ലാം താമസിച്ചെടുത്തുനിന്ന് ഇറങ്ങിപ്പോകണ്ടെങ്കിൽ ഭയങ്കര വിരക്തി ഉണ്ടാകും. അവ എല്ലാവർക്കൊന്നും സാധിക്കില്ല. അപ്പം അതിനെ സ്തുതിച്ചേ പറ്റൂ എന്നാണ് ആര് പറയുന്നത്? മൈത്രേയൻ പറയുന്നത്, വിതുരരോട് ചോദിച്ചത്.
അപ്പം അതിൽ പിടിച്ചുകൊണ്ട് പരീക്ഷിത്ത് രാജാവ് മൂന്നിലും ചോദിക്കുകയാണ്, വിതുരര് ഈ മൈത്രേയ മുനിയെ മഹർഷിയെ എവിടെ വെച്ചാണ് കൂടിക്കണ്ടത്? അപ്പം അവർ തമ്മിൽ എവിടെ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത്? അപ്പോഴല്ലേ ചോദിക്കാൻ പറ്റും. സംഭാഷണം, അവർ തമ്മിലുള്ള ഈ സംഭാഷണങ്ങളെല്ലാം എപ്പോഴാണ് ഉണ്ടായത്? ഇതൊന്ന് വിസ്തരിച്ച്, ആ സംഭവങ്ങളെല്ലാം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരാൻ പറയുകയാണ്. അപ്പോൾ 4 അപ്പം മൈത്രേയനോട് വിതുരനും ചില ചോദ്യങ്ങളെല്ലാം ചോദിച്ചിരിക്കും. കാരണം വലിയ പണ്ഡിതനാണ്. അവിടെ വെച്ച സംവാദങ്ങളെല്ലാം നടക്കുമ്പോൾ വിതുരര് മൈത്രേയനോട് പല കാര്യങ്ങളും ചോദിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ വിതുരര് ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാനും പറ്റില്ല. കാരണം സാധാരണ ആൾക്കാർ കാണുമ്പോൾ എന്തെങ്കിലും ചോദിക്കും. പക്ഷെ ഇത്രയും പ്രധാനപ്പെട്ട വ്യക്തികൾ കൂടിപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തിനായിരിക്കും? വളരെ ജ്ഞാനപ്രദമായ കാര്യങ്ങളിലായിരിക്കുമല്ലോ. അല്ലാതെ അവർ തമ്മിൽ അതും പറയുന്നതൊന്നും പ്രാധാന്യമില്ലല്ലോ. അതുകൊണ്ട് അതും കേൾക്കാനുള്ള ആഗ്രഹം നമുക്ക് ഉണ്ട്. അത്രയും ജ്ഞാനം തികഞ്ഞ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം 5 സൂതൻ പറയുന്നു, ഇത് കേട്ട് സന്തോഷിച്ച ശുഗൻ ഇപ്രകാരം കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. അങ്ങനെ ശുഗൻ ആദ്യ കഥ ഇത് പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ണില്ലാത്ത ധൃതരാഷ്ട്ര മഹാരാജാവ് ദുർമാർഗികളായ സുപുത്രന്മാരെ അധർമ്മ മാർഗത്തിലൂടെ പോഷിപ്പിച്ചുകൊണ്ട് ഇളയ സഹോദരന്റെ മക്കളെ അരക്കില്ലത്തിൽ ചുട്ടുകരിക്കുവാൻ നോക്കി. ഇത് എപ്പോഴുണ്ടായോ? വിതുരർക്ക് വിരക്തി വരാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എപ്പോഴാണ്? ഒന്ന്, കണ്ണില്ലാത്ത രാജാവ് ധൃതരാഷ്ട്രര് സ്വന്തം മകനെ, അതായത് ദുര്യോധനന്റെ വാക്ക് കേട്ടിട്ട് അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അരക്കില്ലം തീർത്തിട്ട് രാജാവ് ഉത്തരവാദിത്തം ആർക്ക് തന്നെയാണ്. ആര് ചെയ്താലും ഉത്തരവാദിത്തം രാജാവിനെ തന്നെയായിരിക്കുമല്ലോ. ഇവരെല്ലാം ചുട്ടുകരിക്കാൻ നോക്കി. ആ സംഭവം ഉണ്ടായപ്പോഴാണ് വിതുരർക്ക് ഒന്നാമത് വിരക്തി വന്നത്. രണ്ടാമത്തത്, രാജാവ്, അതായത് ഈ കണ്ണില്ലാത്ത രാജാവ് ധൃതരാഷ്ട്രർ കുരുരാജ്യത്തിൻ്റെ യഥാർത്ഥ രാജാവായ ധർമ്മപുത്രരുടെ, യഥാർത്ഥ രാജാവ് ആരാണ് ആകേണ്ടത്? ധർമ്മപുത്രർ തന്നെയാണ്. അവനാണ് യോഗ്യത. അവരുടെ പട്ടമഹർഷിയായ പാഞ്ചാലിയെ അപമാനിച്ചു. ആ സ്ഥലത്ത് വെച്ചിട്ട് പിടിച്ചിട്ട് ഉപദ്രവിക്കുകയും ചെയ്തല്ലോ. അത് മാത്രമല്ല, തലമുടി പിടിച്ചഴിച്ചിടുകയും ചെയ്തു. അപ്പോഴെന്ത് ചെയ്തില്ല? ഈ ധൃതരാഷ്ട്ര പുത്രനെ തടഞ്ഞില്ല. രാജാവാണ്, തടയേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് ചെയ്തില്ല. അപ്പോഴും വിതുരർക്ക് തോന്നി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. അപ്പോഴാണ് വിരക്തി ഉണ്ടാവുന്നത്. ഇനി 8 ചൂതുകളിൽ അവർക്ക് എന്തുപറ്റി? അധർമ്മമായ രീതിയിലൂടെയാണ് അവരെ പരാജയപ്പെടുത്തിയത്. ചൂതുകളിൽ, കള്ളച്ചൂതുകളിൽ തന്നെയല്ലേ പറയുന്നുണ്ട്. അധർമ്മമായ രീതിയിൽ എന്ത് ചെയ്തു? പാണ്ഡവരെ പരാജയപ്പെടുത്തി. എന്നിട്ട് അവർ വനവാസം എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ, തൻ്റെ രാജ്യം തിരിച്ചു നൽകാതിരുന്നപ്പോൾ, അപ്പോൾ വനവാസം തോറ്റിട്ട് പിന്നെ ഇത്ര വർഷം കാട്ടുപോകണമെന്നെല്ലാം പറഞ്ഞ് കാട്ടിലെല്ലാം പോയിട്ട് തിരിച്ചു വന്നിട്ട് ചോദിച്ചപ്പോൾ അതും കൊടുത്തില്ല. അപ്പോൾ അതെല്ലാം കണ്ടപ്പോഴാണ് പിന്നെ ഇദ്ദേഹത്തിന് വിരക്തി വന്നത്. ഇനി 9, കൃഷ്ണൻ രാജസദസ്സിൽ വെച്ച് മനുഷ്യർക്കെല്ലാം അമൃതസമാനമായ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ എല്ലാവർക്കും കൃഷ്ണൻ ഇടപെട്ടു. അമൃതസമാനമായ, എല്ലാവരും കേട്ടപ്പോൾ ആ കൃഷ്ണന്റെ വാക്കുകൾ അത് കേട്ടിട്ട് എന്ത് ചെയ്യും?
രാജാവ് കണ്ണു തുറന്ന് വേണ്ടതെല്ലാം പാണ്ഡവർക്ക് കൊടുക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ വചനത്തെ രാജാവ് എന്തില്ല ചെയ്തില്ല, ബഹുമാനിച്ചില്ല. കൃഷ്ണൻ പറഞ്ഞിട്ടും രാജാവ് ബഹുമാനിച്ചില്ല, ആ വാക്കുകളൊന്നും ബഹുമാനിക്കാതെ. അപ്പോഴാണ് ഇപ്പോൾ കൃഷ്ണൻ ഇടപെട്ടിട്ട് മധ്യസ്ഥത്തിൽ പറഞ്ഞു നോക്കിയിട്ടും രാജാവ് കൂട്ടാക്കിയില്ല, അത് കാര്യത്തിലെടുത്തില്ല. ഇനി 10 രാജ്യകാര്യാലോചന സമയത്ത് അപ്പം രാജാവ് അവിടെ ഇരുന്നിട്ട് കൂടിയാലോചിച്ച കാര്യങ്ങളെല്ലാം എല്ലാവരും വേണ്ടപ്പെട്ടവരോടെല്ലാം അന്വേഷിക്കുമല്ലോ. അങ്ങനെ വിതുരരോടും ചോദിച്ചു അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ വിതുരരോട് ധൃതരാഷ്ട്ര കാര്യങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് ഒരു കാര്യം അഭിപ്രായം ചോദിച്ചു. അപ്പോൾ നൽകിയ ഉപദേശം, അപ്പം വിതുരൊരു ഉപദേശം നൽകി. അത് കേട്ട രാജാവ് എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ വിടുവായത്വം പറയുന്നതെന്നാണ്. വിതുരര് നല്ലൊരു ഉപദേശമാണ് കൊടുത്തത്. അത് കേട്ടപ്പോൾ രാജാവത്ത് പറഞ്ഞു, നീ വെടിവായത്വമാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോഴാണ് വിരക്തി വന്നത്. എന്നിട്ട് എന്താണ് ആ വിടുവായത്വം എന്ന് അടുത്തതിലൂടെ പറഞ്ഞു തരികയാണ്. ഈ ഓരോ വിഷയങ്ങൾ പ്രധാനമായി വരുമ്പോഴേ മഹാഭാരത യുദ്ധം അല്ലെങ്കിൽ 3ാം ലോകമഹായുദ്ധം നടക്കാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഭരണത്തിൻ്റെ തലപ്പത്ത് കണ്ണില്ലാത്ത ആൾക്കാരെ, സമാനമായ ആൾക്കാരെ പിടിച്ചെടുത്തും എന്നിട്ട് പിന്നിൽ നിന്ന് ദുര്യോധനാദികളെല്ലാം അവരെ സ്വാർത്ഥത നടപ്പാക്കുന്ന ഒരു രാജ്യഭരണമാണ് വരിക. അതാണ്. എന്നിട്ട് ചൂതുകളി, കള്ളച്ചൂതുകളി, ആരെങ്കിലും പറ്റിക്കുക, അർഹതപ്പെട്ടവർക്കൊന്നും കൊടുക്കാതെ നാട് കടത്തുക, ധർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നവരെയെല്ലാം നാട് കടത്തുക. അതായത് അർഹതപ്പെട്ടവരെല്ലാം സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടും. അല്ല, കള്ളച്ചൂതുകളിൽ നടക്കുന്നവർക്കല്ലേ സ്ഥാനത്തിരിക്കാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ ഒരു SI പോസ്റ്റിൽ ഒരാൾ ഇരുന്നു എന്ന് വെച്ചാൽ നീതിമാൻ ഇരുന്നാൽ അവിടെ ഇരിക്കാൻ പറ്റില്ല, എടുത്തൊക്കെ ദൂരെ കളയും. അത് നമുക്കറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ പാഞ്ചാലിൻ്റെ വസ്ത്രക്ഷേപം എന്നും പറയുന്നത് സ്ത്രീകളെല്ലാം അപമാനിക്കുന്ന ഒരു സംസ്കാരമാണ്. അത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. സ്ത്രീകൾക്ക് ജീവിക്കണ്ടെങ്കിൽ ഈ വഴിയിലെല്ലാം പോയിക്കോളണം. ഇപ്പം സിനിമാ ലോകത്ത് തന്നെ നോക്കിക്കോളും. ഇപ്പം അടുത്ത കാലത്ത് നമ്മൾ കണ്ടതല്ലേ, സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ എന്തെല്ലാം വേണ്ടി വരും അതെല്ലാം അവർ തന്നെ പറയുന്നുള്ളൂ. അപ്പം ഇതെല്ലാം സ്ത്രീകൾക്കൊന്നും ഒരു വിലയില്ലാതെ ജീവിക്കണ്ടെങ്കിൽ. പിന്നെ കള്ളച്ചൂതുകളി, പാണ്ഡവര് നല്ലൊരു കൊട്ടാരം ഉണ്ടാക്കിയിരുന്നു അധ്വാനിച്ചിട്ട്. അവർക്ക് കല്ലിപ്പൊളി സ്ഥലം കൊടുത്തെങ്കിൽ അവരെ കഴിവ് കൊണ്ട് നല്ലൊരു കൊട്ടാരം ഉണ്ടാക്കിയപ്പോൾ ചൂതുകളിയിലൂടെയെല്ലാം പോയി. അതായത് നീതിമാന്മാർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല, എല്ലാം ചൂതുകളിയിലൂടെ. ചൂതുകളി എന്ന് പറയുമ്പോൾ എല്ലാം എളുപ്പത്തിൽ എങ്ങനെ മണം ഉണ്ടാക്കുക, ആ ഒരു രീതിയിലേക്ക് കാണണം. അപ്പോൾ അതിൽ കുറച്ചും കൂടി നീതിമാനായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിതുരര്. വിതുരര് എന്ന് പറയുന്നത് ഒരു അമ്മയെ ഒരു സേവ ചെയ്യുന്ന, ആ കൊട്ടാരത്തിലെ ഒരു തോഴിയായിട്ട് അല്ലെങ്കിൽ സഹായ കൂട്ടുകാരിയായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. തോഴി, സഹായിക്കാൻ. അവളെയാണ് വേദവ്യാസന്റെ അടുത്തേക്ക് വിട്ടപ്പോഴുണ്ടായ കുട്ടിയാണ്. അപ്പോൾ ഒരു തൊഴിലാളിയായിട്ടുള്ള നിലയിലുള്ള ഒരു വ്യക്തിയാണ് വിതുരർ. ആ തരത്തിൽ ഇനിയെ കാണണം. അതിനെല്ലാം പല അർത്ഥങ്ങളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വിതുരർക്കും എന്തു പറ്റി? ഇവിടുന്ന് വിട്ടെറിഞ്ഞ് പോകേണ്ട അവസ്ഥ വരികയാണ്. ആരെങ്കിലും സത്യത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പാണ്ഡവരെ കാട്ടിൽ പോയി തിരിച്ചു വന്നിട്ട് ഒന്നും കൊടുത്തില്ല. വിതുരർക്ക് ഇതെല്ലാം കണ്ടിട്ട്
വിട്ടെറിഞ്ഞ് പോകേണ്ട അവസ്ഥ വരുന്നു. നന്നാവില്ല, ഇതൊന്നും നന്നാകാൻ പോകുന്നില്ല എന്ന് മുന്നിൽ പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരുന്നു. അങ്ങനെയുള്ള അവസ്ഥയിലാണ് എന്തിലേക്ക് പോകുന്നത്? മഹാഭാരത യുദ്ധത്തിലേക്ക് പോകുന്നത്. കാലം അങ്ങനെയാണ് പോവുക. അതൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങും. അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്നിട്ട് വിതുരർ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാണ്? ഈ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് വിതുരർ പറയാൻ പോകുന്നത്. എന്തെല്ലാം പറയുന്നത് നോക്കാം. 11 വിതുരർ പറഞ്ഞത് ഇതെല്ലാമാണ്. 1, അങ്ങയുടെ, അതായത് രാജാവിൻ്റെ പൊറുക്കാൻ വയ്യാത്ത അപരാധത്തെ, രാജാവ് അത്രയും വലിയ അപരാധങ്ങളെല്ലാം ധർമ്മപുത്ര യുധിഷ്ഠിരരുടെ നേരെ കാണിച്ചു. എന്നിട്ടും യുധിഷ്ഠിരർ എന്ത് ചെയ്തു? അത് സഹിച്ചു. യുധിഷ്ഠിരന്റെ നേരെ കാട്ടിക്കൂട്ടിയതിനൊന്നും ഒരു കണക്കില്ല, അധർമ്മങ്ങൾ മകന് വേണ്ടിയിട്ട്. എന്നിട്ടും യുധിഷ്ഠിരൻ അതെല്ലാം സഹിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ആ യുധിഷ്ഠിരന് എന്ത് വേണം? അവകാശപ്പെട്ട രാജ്യം തിരിച്ചു കൊടുക്കണം. അപ്പോൾ പറഞ്ഞെന്താണ്? ആ സ്ഥലം നിങ്ങൾ ഇത്ര കാലം അധർമ്മമെല്ലാം പ്രവർത്തിച്ചു, അങ്ങേക്ക് അതെല്ലാം സഹിച്ചു. അതുകൊണ്ട് ഇനിയെങ്കിലും അദ്ദേഹത്തിന് അവകാശപ്പെട്ട സ്ഥലം തിരിച്ചത് കൊടുക്കുക. കൂടാതെ ഈ അധർമ്മമല്ല, അത് യുധിഷ്ഠിരൻ ഇതെല്ലാം സഹിച്ചിട്ടിരിക്കുകയാണ്. കാരണം അവനാണല്ലോ രാജ്യം ഭരിക്കാനുള്ള അവകാശി, മൂത്തവൻ. പക്ഷെ അവൻ്റെ കീഴൊരു കക്ഷിയുണ്ട്. പാമ്പ്, കോപം വന്ന പാമ്പുണ്ടല്ലോ, വിഷം ചീറ്റാൻ വേണ്ടി നിൽക്കുന്ന പാമ്പിനെ പോലെ നിൽക്കുന്ന അവൻ്റെ അനിയൻ ഭീമൻ അവിടെ ഇരിക്കുന്നതും അങ്ങ് കാണുന്നുണ്ട്. ഇവരെ ധർമ്മപുത്രർ കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം സഹിച്ചോളൂ. എന്നാൽ അവൻ്റെ അനിയനൊരു വിഷം ചീറ്റുന്ന ദേഷ്യം കൊണ്ട്, കോപം കൊണ്ട് കോപിച്ച ഒരു പാമ്പ് വിഷം ചീറ്റാൻ നിൽക്കുന്ന പോലെ ഉള്ള അവസ്ഥയിൽ ആ ഭീമൻ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങേക്കും അവന് നല്ല പേടിയുണ്ട്, അതെനിക്കറിയാം. അപ്പോൾ ആ കാര്യങ്ങളും കൂടിയും ഓർത്തു കൊള്ളണം. ഇനി 12 പറയുന്നു, പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സംപൂജ്യനായ, സർവ ഐശ്വര്യത്തിൻ്റെ നാഥനായ, ഷഡ്ഗുണ സമ്പന്നനായ ശ്രീകൃഷ്ണൻ കുന്തി പുത്രന്മാരെയെല്ലാം സ്വന്തമായി എടുത്തിട്ടുണ്ട്. അതായത് കൃഷ്ണൻ, ഇത്രയും ഐശ്വര്യവാനായ കൃഷ്ണൻ ഈ കുന്തിപുത്രന്മാരെ സ്വന്തമായി എടുത്തിട്ടുണ്ട്. അവരെ പക്ഷത്ത് ചേർന്നിട്ടുണ്ട് എന്ന് സാരം. ആ കൃഷ്ണനാകട്ടെ രാജാക്കന്മാരെയും രാജാതിരാജന്മാരെയും ജയിച്ച യാദവോത്തമനാണ്. സഭയിൽ അങ്ങനെയുള്ള അദ്ദേഹമാണ് ഈ സഭയിൽ ഇരിക്കുന്നത്. ആ കൃഷ്ണനും ഇരിക്കുന്നുണ്ട്. അതായത് കൃഷ്ണനും എല്ലാ രാജാക്കന്മാരെയും ജയിച്ചിട്ട് ഇരിക്കുന്ന ആ സർവോത്തമനായ ആ കൃഷ്ണൻ ഈ പാണ്ഡവരെ പക്ഷത്ത് ചേർന്നുകൊണ്ട് ഈ സഭയിൽ ഇരിക്കുന്നുണ്ട് എന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളണം. രണ്ടാമത് പറഞ്ഞ കാര്യം. ഇനി 13 പുരുഷോത്തമദ്വേഷിയായ, അതായത് ഈ കൃഷ്ണനെ കുറ്റം പറയുന്ന ഈ ദുര്യോധനൻ, അതായത് അങ്ങയുടെ മകൻ, ഈ ഗ്രഹത്തിൽ, ഈ കുടുംബത്തിൽ കടന്നു വന്ന ഒരു കെടുതി തന്നെയാണ്, ഒരു ശാപമാണെന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ ഈ ദുര്യോധന, അങ്ങയുടെ പുത്രൻ ഈ കുടുംബത്തിൽ കടന്നു വന്ന ഒരു ശാപമാണ് എന്ന് പറയുന്നതിന് കെടുതിയാണ്. അങ്ങനെയുള്ളൊരു പുത്രനെ, അതായത് അങ്ങനെയുള്ളൊരു പുത്രനെ, കെടുതി, ഒരു ശാപമായിരിക്കുന്ന ഈ പുത്രനെ വളർത്തുകയാണ് ചെയ്യുന്നത്. സ്വവംശത്തിൻ്റെ പൊതു നന്മക്കായി എന്തു വേണം? അതുകൊണ്ട് അതിവേഗം ഈ അശുഭനെ വിട്ടുകളയുക.
അച്ഛനോട് ഉപദേശിക്കാൻ, രാജാവോട് ഉപദേശിക്കുന്നതാണ്. ഇവനൊരു കെടുതിയാണ്, ഇവൻ ഈ കുടുംബം നശിപ്പിക്കും. അതുകൊണ്ട് ഈ പൊതു നന്മക്കായിക്കൊണ്ട്, ഈ രാജവംശത്തിൻ്റെ രക്ഷക്കായിക്കൊണ്ട്, ഈ ദേശത്തിൻ്റെ നന്മക്കായിക്കൊണ്ട് എന്തു വേണം, എത്രയും പെട്ടെന്ന് ഈ അശുഭനെ അങ്ങ് വിട്ടുകളയുന്നതാണ് നല്ലത്. വിതുരർ പറഞ്ഞ വാക്കുകളാണ്. ഇനി 14. ഇപ്രകാരം പറഞ്ഞവനും, അപ്പം ഇങ്ങനെയെല്ലാം അഭിപ്രായങ്ങൾ പറഞ്ഞ്, ഇപ്രകാരം പറഞ്ഞവനും സജ്ജനങ്ങൾക്ക് അഭിലഷണീയനുമായ വിതുരർ, ജനങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അവർക്ക് നല്ല കാര്യമാണ്, നല്ല ഉപദേശമാണ് വിതുരർ നൽകിയിരിക്കുന്നത്. ആ വിതുരർ ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ, പക്ഷേ ഈ ദുര്യോധനന് ഇത് സഹിക്കോ? വർദ്ധിച്ചത് കോപത്തോടുകൂടി ചുണ്ടുകളെല്ലാം വിറപ്പിച്ചുകൊണ്ട്, ദേഷ്യങ്ങ് തലക്ക് പിടിച്ചിട്ട് ചുണ്ടെല്ലാം അങ്ങനെ വിറപ്പിക്കുകയാണ്. എന്നിട്ട് അവരെവിടെയാണേ ഉള്ളത്? കർണനും ദുശാസനും എല്ലാം ഇരിക്കുന്നതിൻ്റെ ഇടക്കാണ് ഈ ദുര്യോധനനുള്ളത്. അവിടെ നിന്നുകൊണ്ട് അങ്ങനെ വിറച്ച ചുണ്ടുകളെല്ലാം വിറപ്പിച്ചുകൊണ്ട് അവിടെ വെച്ച് ആരെ അപമാനിച്ചു? ഈ വിതുരരെ അപമാനിച്ചു. അതാണ് വിരക്തി വരാൻ കാരണം. ഇനി എന്താണ് അപമാനിച്ചതെന്നുള്ളത് അടുത്തതിൽ പറയുന്നു. 15. ഈ കുടിലനായ ദാസീപുത്രനെ ആർ ഇവിടെ വിളിച്ചു? കുടിലനായ ദാസീപുത്രൻ, അപ്പം ദാസിയാണ്, ദാസിക്കുണ്ടായവനാണ്. അപ്പോൾ ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഒരു ചൊയ അവിടെ വരുന്നുണ്ട്, പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രം സൃഷ്ടിച്ചിരിക്കുന്ന വേദവ്യാസൻ? ആ ലക്ഷ്യം വെച്ച് തന്നെയാണ്. സത്യം പ്രകടിപ്പിക്കുവാൻ മറ്റേ ഭീഷ്മർക്കൊന്നും പറ്റുന്നില്ല. പഠിച്ച് ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഉയർന്ന എല്ലാം തികഞ്ഞ വ്യക്തികളെല്ലാം മിണ്ടാണ്ട് സഹിക്കുമ്പോൾ പ്രതികരിക്കാൻ കഴിവുള്ള ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അത് ദാസിയിൽ പിറന്ന, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൽപ്പെടുന്ന ജനങ്ങൾക്ക് മാത്രമേ പ്രതികരിക്കാൻ ആ കാലത്ത് പറ്റുകയുള്ളൂ. അത് തന്നെയാണ് പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം. അപ്പം അവരെ ദാസീപുത്രനായിട്ടാണ് കാണുന്നത്. ആരിവിടേക്കാണ്, ആരാണ് ഇവിടെ വിളിച്ചത്? അവർക്കൊന്നും ഇവിടെ സ്ഥാനമൊന്നുമില്ല. ആരാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്? പിന്നെ എന്താ പറഞ്ഞത്? ഏതൊരാളുടെ ഭക്ഷണം കഴിച്ചുകൊണ്ട്, അതായത് ഈ രാജകൊട്ടാരത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണവും തിന്നുകൊണ്ട് പോഷിച്ചിരുന്നുകൊണ്ട് അയാൾ ശത്രുപക്ഷത്തിന് കൂടെ കൂടിക്കൊണ്ട് രാജാവിനെതിരായിട്ട്, നമുക്കെതിരായിട്ട് പറയുകയാണ്. ഇവിടെ ഇരുന്നിട്ട് നമ്മളെ ഭക്ഷണവും കഴിച്ചിട്ട് തടിച്ച് കൊഴുത്തിട്ട് എന്നിട്ട് ശത്രുപക്ഷത്ത് ചേർത്തുകൊണ്ട് ആണ് ഇതെല്ലാം പറയുന്നത്. എന്നിട്ട് ജീവൻ മാത്രം അവശേഷിച്ചവനായി, അവനെ അങ്ങനെ വെച്ചുകൂടാ, ജീവൻ മാത്രം, ജീവൻ വെച്ചുകൊണ്ട്, കൊല്ലണ്ട, ആ ഒരു അനുകമ്പ എന്തും കാണിച്ചിട്ടുണ്ട്. ജീവൻ മാത്രം അവശേഷിച്ചവനായി ഉടൻ രാജധാനിയിൽ നിന്നും ആട്ടിപ്പുറത്താക്കപ്പെടുക. അതായത് ശരിയായ സത്യം, നീതി ഇതെല്ലാം പറയുന്നവർക്കൊന്നും ആ രാജ്യത്തിൽ സ്ഥാനമില്ല. അവരെല്ലാം നാട്ടിൽ നിന്ന് ഓടിക്കുക, പറ്റുമെങ്കിൽ കൊല്ലുകയും ചെയ്യും. ഇത് ഇത്രയും വേണ്ടപ്പെട്ട ആളായിട്ടും കൂടിയാണ് എന്ന് പറയുന്നത് ജീവൻ വെച്ചേക്കുക. ഇനി 16. ജ്യേഷ്ഠന്റെ മുൻപിൽ വെച്ച്, അപ്പൊ ഇവനാരാണ്? ജ്യേഷ്ഠനാണ്. അപ്പൊ ജ്യേഷ്ഠന്റെ മുമ്പിൽ വെച്ച് അതികർക്കശമായ അപമാന വാക്കുകളാൽ പ്രഹരിക്കപ്പെട്ടത്. അതേ പ്രഹരമാണ് ഏറ്റത്, വാക്കുകളെ കൊണ്ടുള്ള പ്രഹരമാണ് ഏറ്റത്, അപമാനമാണ് ഏറ്റത്. ഉടൻ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? തൻ്റെ വില്ലുകൾ കൊട്ടാരത്തിൻ്റെ പടിക്കൽ വെച്ചിട്ട് അവിടെ നിന്ന് ഉടനെ യാത്ര പുറപ്പെട്ടു. ആരും അടിച്ചിറക്കുന്നതിനൊക്കെ എല്ലെങ്കിൽ അടിച്ചിറക്കുമായിരുന്നു. അതിൽ മുമ്പ് തന്നെ വില്ലു അടവെച്ചിട്ട് അങ്ങേരെ അവിടുന്ന് സ്ഥലം വിട്ടു. ഇതാണ് ആ ഭരണത്തിൽ സംഭവിക്കുക.
ധർമ്മിഷ്ഠരായവർക്ക് ഭരണത്തിൽ സ്ഥാനം ഉണ്ടാവില്ല. എല്ലാം തലപ്പത്ത് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറയുന്ന കുരുടനായ രാജാവിനെ ഇരുത്തും. പിന്നെ ഇരിക്കുന്ന അധികാര സ്ഥാനങ്ങളിലെല്ലാം നല്ല ജ്ഞാനമുള്ളവരായിരിക്കും, പക്ഷെ ഇവർക്ക് പറയുന്നതിന് ഉപ്പിട്ട് കൊടുക്കുവാൻ കഴിയുന്ന ജനങ്ങളായിരിക്കും, അല്ല ഭരണാധികാരികളായിരിക്കും. എല്ലാം വിദ്യയിലുള്ള നല്ല ആൾക്കാരെ പിടിച്ച് തന്നെ അവിടെ ഇരുത്തും. പക്ഷെ എന്തായാലും കാര്യം, അവർക്കൊന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല. ഇവർ പറയുന്നതിനനുസരിച്ച് യാസ് യാസ് എന്നും പറഞ്ഞു പോകാനേ പറ്റുകയുള്ളൂ. പിന്നെ ആ പക്ഷത്ത് വേറെ ഏറ്റവും ഫലമുള്ള ഒരു കക്ഷിയുണ്ട്. അതാരാണ്? കർണൻ. കർണനാരാണ്? ഇപ്പുറത്ത് നിൽക്കേണ്ട, ജനത്തിൻ്റെ കൂടെ നിൽക്കേണ്ട, ഇതിലേക്ക് അധ്വാനിക്കുന്ന ആ ജനവിഭാഗത്തിൻ്റെ എല്ലാം കൂടെ നിൽക്കേണ്ട, നല്ല മാന്യമായി അധ്വാനിച്ചിട്ട് സ്വന്തം ബുദ്ധി ശരീരശക്തി കൊണ്ട് പ്രവർത്തിച്ച് ജീവിക്കേണ്ട വ്യക്തികൾ. അതാണ് പാണ്ഡവർ. അവർ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാം ശരീരശക്തി കൊണ്ടും ധർമ്മത്തിനനുസരിച്ച് കർമ്മം ചെയ്യുന്ന ജനവിഭാഗമാണ്. അവരെ കൂടെയായിരുന്നു ആരും നിൽക്കേണ്ടത്? കർണനും നിൽക്കേണ്ടത്. കർണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് എടുക്കരുത്. ആ ഒരു വിഭാഗം എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ പക്ഷത്തേക്ക് നിന്നിട്ടുണ്ട്. അവരാണ് ഇവരുടെ ദുര്യോധനാദികളുടെ ഫലം എന്താണ്? ഈ ചൂതുകളിക്കാരുടെ വശത്ത് ജനത്തിലെ ഒരു പ്രബലമായ വിഭാഗത്തെ അവർ ആ പക്ഷത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇവർ ചെയ്യുന്ന മുഴുവൻ ജനദ്രോഹമാണ്. പക്ഷെ എന്നിട്ടും അതിൽ ഒരു വിഭാഗം ഇപ്പുറത്ത് നിന്നിട്ടുണ്ട്. അവരാണ് കർണനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അവരും നല്ല യോദ്ധാക്കളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ആ പക്ഷത്ത് വിട്ടത്? എന്തെല്ലോ വിധേയത്വത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം അവിടെ നിൽക്കുന്നുണ്ട്. അതാണ് കർണനായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു പ്രത്യേകത എന്താണ്? അവരും നല്ല കഴിവുള്ളവരാണ്. അവരുടെ പിൻബലം ഉള്ളത് കൊണ്ടാണ്, അവരാണ് അവിടുത്തെ ബലം. അവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് കർണന് തന്നെയാണ്. മഹാഭാരത യുദ്ധത്തിലെല്ലാം കർണനിലാണ് ആർക്ക് വിശ്വാസം? ദുര്യോധനാദികൾക്ക് വിശ്വാസം. പക്ഷേ ഭരണത്തിൻ്റെ തലപ്പത്തുള്ളവർക്ക് അവരെ അത്ര ഇഷ്ടമൊന്നുമല്ല. ഏത് തലപ്പത്തുള്ളവർക്ക്? രാജാവിനൊന്നുമല്ല. ഈ വിദ്യാഭ്യാസം എല്ലാം നേടിയിട്ട് ഉയർന്ന സ്ഥലങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തലത്തിൽ നല്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് അവർക്ക് ശരിയും തെറ്റും എല്ലാം തിരിച്ചറിയാനുള്ള കഴിവെല്ലാം ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുക? അടിയിരിക്കണ്ടെങ്കിൽ ഇത് ചെയ്യണം, അല്ലെങ്കിൽ പാണ്ഡവരെ പോലെ ഇറങ്ങിപ്പോകേണ്ടി വരും. അപ്പം അവർക്ക് പക്ഷേ ഈ കർണന്മാരെ ഒന്നും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെയാണ് ആ യുദ്ധം നടന്നപ്പോൾ ഭീഷ്മറുള്ള കാലത്തോളം പറഞ്ഞിരുന്നത് കർണനൊന്നും ഇങ്ങോട്ട് വരണ്ട, അത് ഞാൻ നടത്തിക്കോളാം. പക്ഷേ അവർ ഭരണം പൊളിഞ്ഞപ്പോൾ ഭരണത്തിൻ്റെ പിൻബലത്തിലാണ് ഇവരുടെ ശക്തി. ഈ കർണന്മാരുടെ ശക്തി എപ്പോഴാണ്? ഭരണമുള്ളപ്പോഴാണ്. അതാണ് കവചമുള്ളപ്പോഴാണ് കർണന്മാർക്ക് ശക്തി. ആ അധികാരത്തിൻ്റെ കവചം പോകുമ്പോൾ പിന്നെ കർണന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റുള്ളവരുടെ ദുര്യോധനാദികളുടെ എല്ലാം അധികാരത്തിൻ്റെ പിൻബലത്തിലാണ് ഇവർ കർമ്മം ചെയ്യുന്നത്. ദുര്യോധനാദികൾക്കെല്ലാം അധികാരത്തിൻ്റെ ആ സ്ഥാനം ഉള്ളപ്പോൾ കർണന്മാരും സ്ട്രോങ് ആണ്, ഈ ജനവിഭാഗം. പക്ഷേ അവരുടെ അവിടെ പൊട്ടിക്കഴിഞ്ഞ സ്ഥലത്ത് മുകളിലുള്ള തലപ്പത്തുള്ള ഇളക്കം പറ്റുമ്പോൾ പിന്നെ ഇവരുടെ രഥവും ചലിക്കില്ല. അങ്ങനെ എന്തു പറ്റി? അവർ യാത്ര പുറപ്പെട്ടു. താനായിട്ട് തന്നെ ഇറങ്ങി അങ്ങ് പോയി. വിതുരനും പോയി. അപ്പം ധർമ്മത്തിനനുസരിച്ച് പ്രകടിപ്പിക്കുന്നവർക്ക് സ്ഥാനമില്ല. പാണ്ഡവർ പണ്ടേ പോയി. അതിന് സപ്പോർട്ടായിട്ട് ഭരണത്തിലേക്ക് ഇരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ആർക്കാണ്? ചേട്ടനാണ്. ചേട്ടനായാലും ഇറങ്ങിപ്പോയി. പക്ഷേ 17 എന്ത് പറയുന്നു? ഈ കൗരവന്മാരുടെ സ്വഭാവം തന്നെ ഒരു പുണ്യമായിട്ടാണ് അദ്ദേഹത്തിന് തീർന്നിരിക്കുന്നത്. അവരുടെ ഈ പ്രവൃത്തി മൂലം പുണ്യത ലഭിച്ച അദ്ദേഹം ലഭിക്കപ്പെട്ട പുണ്യം കൊണ്ട് ലഭിക്കപ്പെട്ടതായ ആ അവസരം, ആ ഒരു ദോഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നെങ്കിലും അതൊരു പുണ്യപ്രവൃത്തിയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. കാരണം അദ്ദേഹത്തിന് എന്ത് പറ്റി? വിരക്തി ഉണ്ടായി. ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ബ്രഹ്മസാക്ഷാത്കാരമാണ്.
അപ്പം അതിനുള്ള ഒരു അവസരം അങ്ങേർക്ക് കിട്ടി. അല്ലേ അവിടെ ഇരുന്നിട്ട് എപ്പോഴും കഷ്ടപ്പെടേണ്ട അവസ്ഥ, ഇതെല്ലാം കണ്ടുകൊണ്ട് രാത്രി ഉറപ്പുണ്ട ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പോഴെന്തുണ്ട്, നല്ല മനസ്സമാധാനമുണ്ട്. അതുകൊണ്ട് പുണ്യം ലഭിക്കുവാനുള്ള അഭിലാഷത്തോടുകൂടി, അപ്പം അതൊരു നല്ല കാര്യമായിട്ടാണ് അദ്ദേഹം കരുതിയത്. കാരണം ഒരു അനുഗ്രഹമായിട്ട്, കൗരവരെ കൊണ്ടുള്ള ഒരു അനുഗ്രഹമായിട്ട്, ഒരു പുണ്യം കിട്ടിയ പോലെ അദ്ദേഹം എന്ത് ചെയ്തു, ആ അവസരം ഉപയോഗിച്ചുകൊണ്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു. പാട്ടിൽ പറയാണ്, നഗരം, പർവ്വതം, കാടുകൾ, കുന്നുകൾ, ചളിയൊന്നുമില്ല, നല്ല ശുദ്ധമായ വെള്ളം, നദീതടങ്ങൾ, തീർത്ഥങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം അദ്ദേഹം ഏകാഗിയായിട്ട് സഞ്ചരിച്ചു, ഒറ്റക്ക് സഞ്ചരിച്ചു. ഇനി 19 മുതൽ 20 വരെ വിശുദ്ധനായിട്ടാണ് പോയത്. നല്ല വിശുദ്ധിയാണ്. ചിട്ടയോടും കൂടി തീർത്ഥജനങ്ങളിലെല്ലാം കുളിക്കും, നിലത്ത് കിടന്നുറങ്ങും, ദേഹ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല. അപ്പം ശരീരത്തെ എല്ലാം മറന്നു, ദേഹത്തെപ്പറ്റി വേറെ ചിന്തയൊന്നും. കുളിക്കും തീർത്ഥത്തിൽ, പക്ഷെ ദേഹത്തെപ്പറ്റി ഒന്നും ചിന്തയില്ല. അപ്പോൾ ഒരു അവധൂതൻ്റെ മാതിരി, അവധൂതനും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, അവധൂതൻ കണക്കെ വൽക്കലമെല്ലാം ധരിച്ചിട്ട് സ്വന്തം ആളുകളൊന്നും കാണാത്ത തരത്തിലാണ് ഭൂമിയിൽ മുഴുവൻ അയാൾ ചുറ്റി നടങ്ങിയത്. ബന്ധുക്കളൊന്നും കാണാതെ മാതിരി ഒളിച്ചു നടക്കുന്നവ, ആരും ശ്രദ്ധയിൽ വരാതിരിക്കുക, പരിചയമുള്ള ആൾക്കാരൊന്നും എൻ്റെയും കൊണ്ടേക്ക് വന്നേക്കരുത് എന്ന നിലയിലാണ് അദ്ദേഹം ഭൂമി മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന മാതിരി നടന്നു എന്നാണ് പറയുന്നത്. എൻ്റെ വിഷ്ണു പ്രീതിക്കായിട്ട് വ്രതം അനുഷ്ഠിച്ചു. ഇപ്രകാരം ഭാരത ഭൂമി ആകെ നടന്നു എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം എവിടെ എത്തി, പ്രഭാസ തീർത്ഥത്തിലെത്തി. ആ കാലഘട്ടത്തിൽ ധർമ്മപുത്രർ അത്രയും അദ്ദേഹം കറങ്ങി സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്രം എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ധർമ്മപുത്ര ശ്രീകൃഷ്ണനോടൊത്ത് ഭൂമിയെ ഒരാളുടെ കുടക്കീഴിൽ ഭരിച്ചു. ഈ ധർമ്മപുത്രരും കൃഷ്ണനും കൂടി ലോകം മുഴുവൻ ഒരു വസുദേവ കുടുംബം എന്നൊരു സുന്ദരമായ ലോകം ഉണ്ടാക്കി. അതായത് ലോകം ഒരു കുടുംബമായി മാറി. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലെന്നില്ല, ഉച്ചനീചത്വങ്ങളില്ല, ജാതിയില്ല, മതമില്ല. അപ്പം ലോകമേ തറവാട് എന്ന് പറയുമ്പോൾ അവിടെ ജാതിയില്ല, മതമില്ല. എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ അവരവർ കഴിയുന്ന കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് ഉച്ചനീചത്വങ്ങളില്ലാതെ തുല്യമായി ഒരു കുടുംബമായി ലോകം മുഴുവൻ ഒരു കുടുംബം പോലെ ആക്കി ഭരിച്ചു. ആര്? ഈ ധർമ്മപുത്രനും ശ്രീകൃഷ്ണനും. ഏതിൻ്റെ ശേഷം? മഹാഭാരത യുദ്ധത്തിന് ശേഷം, അല്ലെങ്കിൽ 3ാം ലോക മഹായുദ്ധത്തിന് ശേഷം. അവിടത്തേക്കാണ് ലോകം നീങ്ങുന്നത്. 21 ഒരു കാട് മുളകൾ തമ്മിൽ കൂട്ടി വരസിയിട്ട് തീ വരുന്നുണ്ടാവുമല്ലോ. മുളകൾ വരക്കുമ്പോൾ തീ വരും. ആ തീയിലൂടെ ആ കാട് തന്നെ കത്തി നശിക്കുന്നത് പോലെ അന്യോന്യം തമ്മിൽ തല്ലി മരിച്ച ബന്ധുജനങ്ങൾ അപ്പോൾ ജനങ്ങളെല്ലാം അന്യോന്യം തമ്മിൽ തല്ലി മരിച്ചു എന്ന സന്ദേശം അദ്ദേഹം അവിടെ വെച്ച് കേട്ടു. ആ സമയത്ത് എന്തുണ്ടായിട്ടുണ്ട്? യാദവകുലം ഈ എല്ലാവരും തുല്യമായി, കൃഷ്ണൻ്റെ നാട് പണ്ടേ ആയതാണ്, തുല്യതയിലെത്തിയതാണ്. പക്ഷേ തുല്യതയിലെത്തുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ആരാരെയും ബഹുമാനിക്കില്ല. എല്ലാം തുല്യമാകുമ്പോൾ മൂത്തവനില്ല, ഇളയവനില്ല, ബുദ്ധിമാന്മാരെ കാണുമ്പോൾ പരിഹാസം ചൊരിയും. ബുദ്ധിമാന്മാരെ കാണുമ്പോൾ ബുദ്ധിയില്ലാതെ ഈ ബുദ്ധിമാന്മാരെ എപ്പോഴും മറ്റവർക്ക് അത് തുല്യമാക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം സാമ്പത്തികപരമായിട്ട് എല്ലാം തുല്യമാക്കിയാലും ഈ ബുദ്ധിപരമായ ചില കഴിവുകളിലുള്ള ആൾക്കാരെ മറ്റവരെ കാണുമ്പോൾ ഒന്ന് മാന്തണം, പിടിക്കണം എന്നല്ല, ഒന്ന് പരിഹസിക്കണം എന്നെല്ലാം തോന്നും. അതാണ് ബ്രാഹ്മണരെ പരിഹസിച്ചായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ശാപം കൂടുതൽ നശിച്ചു പോകട്ടെ. പിന്നെ പ്രളയത്തിലേക്കാണ്.
അപ്പം ഇവരെല്ലാം എന്തായാലും തമ്മിൽ തല്ലി മരിച്ചു. അപ്പം തുല്യത കുറച്ചു കാലേ പറ്റൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന്മാർ തന്നെ തമ്മിൽ തല്ലിച്ചാവും. അതുകൊണ്ട് അവിടെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ വെച്ച് അനുശോചിച്ചു. എന്നിട്ട് പിന്നെ അതെല്ലാം വെച്ച് ഇതെല്ലാം കേട്ടപ്പോൾ സങ്കടം കൊണ്ട് അവരെ ഒന്ന് അനുശോചിച്ചിട്ട് നേരെ ഇവിടത്തേക്ക് പോയി സരസ്വതി നദിയുടെ ഉത്ഭവ കേന്ദ്രത്തിലേക്ക് നടന്നു. 22-23 ആ സരസ്വതി നദിയുടെ ആ സ്ഥലത്ത് ത്രിതൻ, ഉശനൻ, മനു, പൃഥ്വി, അഗ്നി, അസിത്യൻ, വായു, സുദാസനൻ എന്നിങ്ങനെയുള്ള അനേകം പേരെ അങ്ങനെയുള്ള കുറേ പേര് പറയുന്നുണ്ട്. ആ ഋഷികളും അവരും എല്ലാം ആ സ്ഥലത്താണ് ഋഷി കുടുംബങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. ഋഷികളെല്ലാം ആദ്യം ഈ സരസ്വതി നദിയുടെ തീരത്താണ് ഇന്ന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ അത് പറഞ്ഞു തന്നേ ഉള്ളൂ. അവിടെയെല്ലാം എത്തി എന്നാണ് പറയുന്നത്. അവരെല്ലാം പ്രസിദ്ധമായ ക്ഷേത്രങ്ങളെല്ലാം അവിടെയുണ്ട്. അതെല്ലാം അദ്ദേഹം അവിടെ പോയിട്ടെല്ലാം സമയം കുറേ വിനിയോഗിച്ചു. അവിടെയെല്ലാം അങ്ങനെ സന്ദർശനം നടത്തിക്കൊണ്ട് അദ്ദേഹം പോയി. ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് അവരെല്ലാം ആ നദീതടങ്ങളിലാണ് ഇവരെല്ലാം പാർത്തിരുന്നത്. അപ്പോൾ ആ സ്ഥലങ്ങൾ അങ്ങനെ ദിവ്യമായ മഹാന്മാരുടെ സ്ഥലങ്ങളെല്ലാം അദ്ദേഹം സന്ദർശിച്ചത് എന്ന് പറയുകയാണ്. അങ്ങനെ അത്തരം വിഷ്ണു ക്ഷേത്രങ്ങളിലെല്ലാം അദ്ദേഹം സഞ്ചരിച്ചു. അങ്ങനെ ഇനി 24 മുതൽ 25 പറയുന്നു. പിന്നെ സൗരാഷ്ട്രത്തിലെത്തി, പിന്നെ മർത്യദേശം, കുരുജാങ്കലദേശം ഇതെല്ലാം കടന്ന് യമുനാ നദിയുടെ തീരത്തിലെത്തി. അവിടെ വെച്ചാണ് ഉദ്ധവരെ കണ്ടത്. നേരെ ചോദിച്ചല്ലോ ഉദ്ധവരെയെല്ലാം കണ്ടത് എവിടെ? നേരത്തെ ചോദിച്ചതാണ് ഉദ്ധവരെ. ഇവിടെ ഉദ്ധവരുമായിട്ടുള്ള സംഭവമാണ്. അതിന് മുമ്പിൽ വേറെ എന്തുണ്ട്? അത് പിന്നെ അടുത്തതിലാണ് വരുന്നത്. ഇതിൽ ഉദ്ധവര സംഭവമാണ്. അപ്പോൾ ഉദ്ധവരെ അവിടെ വെച്ചാണ് കണ്ടത്. ആ വാസുദേവന്റെ അനുചരനായ ഉദ്ധവര്. അപ്പോൾ വാസുദേവന്റെ അനുചരനാണ് ഈ ഉദ്ധവര്. അപ്പോൾ ഉദ്ധവരെ കണ്ടപ്പോൾ സ്നേഹത്തോട് എന്ത് ചെയ്തു? പോയി കെട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത്. കാരണം കൃഷ്ണന്റെ ആളാണല്ലോ. അപ്പം കൃഷ്ണനെ കണ്ടതിന് സമാനം ഒരു ഏകദേശം അതുമാതിരിയാവും. അതുകൊണ്ട് പോയി കെട്ടിപ്പിടിച്ചു. അതിനുശേഷം ശ്രീകൃഷ്ണനാൽ രക്ഷിതരായ ജനങ്ങളുടെ യോഗക്ഷേമം അന്വേഷിച്ചു. ശ്രീകൃഷ്ണനെ കൊണ്ട് രക്ഷിക്കുന്ന ജനങ്ങളുടെ എല്ലാമാണ് യോഗക്ഷേമം അന്വേഷിച്ചത്. ഇത് പണ്ട് ധർമ്മപുത്രർ അർജുനൻ പോയിട്ട് കൃഷ്ണൻ കൂട്ടിപ്പോയിട്ടുണ്ടല്ലോ. എന്നിട്ട് തിരിച്ചു വരാൻ താമസിച്ചപ്പോൾ എന്നിട്ട് പിന്നെ പറയാൻ കഴിഞ്ഞാലും ഭീമനോടെല്ലാം കുറച്ച് പറയുന്നുണ്ട്. അപ്പോഴാണ് അർജുനൻ വരുന്നത്. അപ്പോൾ അർജുനനോട് നേരിട്ട് ചോദിക്കാതെ അവർക്ക് സുഖമാണോ ഇവർക്ക് സുഖമാണോ എന്നെല്ലാം പറഞ്ഞു ചോദിക്കുന്ന മാതിരിയുള്ളതാണ് ഇനിയുള്ള കുറേ ഭാഗങ്ങൾ. അത് ചുരുക്കി പറഞ്ഞങ്ങ് വിടുകയാണ്. സംഗതി ഇത്രയേ ഉള്ളൂ. നേരിട്ട് ചോദിക്കാതെ അവർക്ക് സുഖമാണോ ഇവർക്ക് സുഖമാണോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന തരത്തിലാണ്. അതുകൊണ്ട് ഉദ്ധവരോട് എന്തെല്ലാം ചോദിക്കുന്നത്? കൃഷ്ണൻ്റെ അടുത്തുനിന്ന് വരുന്നതിനാണല്ലോ. അപ്പം കൃഷ്ണനെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ഇങ്ങനെ തിരിച്ചും അതിൽ അവസാനമേ ചോദിക്കുള്ളൂ. എന്താണ് ചോദിക്കുന്നത് നോക്കാം. വളരെ കുറച്ചേ പറയുന്നുള്ളൂ. എല്ലാം 26 മുതൽ 35 വരെ നീട്ടി അങ്ങ് പോവുകയാണ്. 26 മുതൽ 35 വരെയുള്ള ശൂരസേനനെ പറ്റി, വാസുദേവനെ പറ്റി, പ്രദ്യുമ്നനെ പറ്റി, ഉഗ്രസേനനെ പറ്റി, കൃഷ്ണപുത്രനായ സാംബവനെ പറ്റി, സാത്വികിയെ പറ്റി, അക്രൂരനെ പറ്റി, ദേവകിയെ പറ്റി, അനിരുദ്ധനെ പറ്റി അതിലൊരു വർണ്ണരാരൂപത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് വെറുതെ ഇതെല്ലാം കേട്ടിട്ട് വല്ല അതുമായിട്ട് ബന്ധപ്പെട്ട കഥയുണ്ടെങ്കിൽ പിന്നീട് വിസ്തരിച്ച് പറയും. അതുകൊണ്ട് അതിലേക്കൊന്നും ഇതിപ്പോൾ ഇന്ന് ചെയ്ത കൃഷ്ണൻ അല്ലെ പണ്ട് വൃന്ദാവനവും മറ്റേ എന്താണ് കാളിന്തി നദി ശുദ്ധീകരിച്ച കൃഷ്ണൻ എന്നെല്ലാം പറയുമ്പോൾ ആ കഥയൊന്നും പറയില്ല. ഇങ്ങനെ പറയുന്ന വരെയാണ് ഇതെല്ലാം പറഞ്ഞു പോയിരിക്കുന്നത്. ചിലവരോട് പറയുമ്പോൾ ഇന്ന തരത്തിലുള്ള എല്ലാം കർമ്മം ചെയ്ത് ഇന്നാളെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി 36 മുതൽ 39 വരെ
അത് കഴിഞ്ഞിട്ട് കൃഷ്ണനെ പറ്റി ചോദിച്ചതിൻ്റെ ശേഷം 36 മുതൽ 39 വരെയുള്ളതിൽ ധർമ്മപുത്രനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അർജുനനോടും കൃഷ്ണനോടും കൂടെ ധർമ്മമാർഗത്തിലൂടെ ധർമ്മപുത്രൻ രാജ്യം ഭരിക്കുകയാണ്. ധർമ്മപുത്രനുള്ള നല്ലവണ്ണം രാജ്യം ഭരിക്കുന്നുണ്ടോ? ദ്രോഹികളുടെ പോൽ സർപ്പം പോലെ അമർഷമുള്ള ഭീമൻ ഇപ്പോൾ അവൻ്റെ പ്രതികാരദാഹമെല്ലാം ഒതുങ്ങിയിട്ടുണ്ടോ? കാരണം ഭീമനാണ് ഏറ്റവും അധികം പ്രതികാരം. സർപ്പം പോലെ നിൽക്കുകയാണ് വിഷം കടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ധർമ്മചേട്ടൻ ഭരണത്തിൽ കയറിയല്ലോ, അപ്പോൾ അവൻ ശാന്തമായോ? പിന്നെ ഗാന്ധീവം ഒഴിയാത്ത ശത്രുക്കളുമായി ഏറ്റുമുട്ടിക്കൊണ്ടിരുന്ന അർജുനൻ എങ്ങനെയുണ്ട് ഇപ്പോൾ? അവന് ശാന്തമായോ? പിന്നെ 2 ഗരുഡന്മാരെ പോലെയുള്ള അശ്വനി കുമാരന്മാർ ഇപ്പോൾ എങ്ങനെയുണ്ട്? അത് ഇവരെ പറ്റിയല്ലോ ഓരോ വർണ്ണനയോടുകൂടി ചോദിക്കുന്നതായിട്ടാണ് പറയുന്നത്. അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി 40 മികച്ച പരാക്രമിയായ വില്ലിനെ മാത്രം ആധാരമാക്കി 4 ലോകങ്ങൾ കീഴടക്കിയ പാണ്ഡുവിനോട്, ഇപ്പൊ പാണ്ഡ്യരാജാവിനെ പറ്റിയാണ് ഒന്ന് പരാമർശിച്ചുകൊണ്ടാണ് ആരെ കാര്യം പറയുന്നത്? ആ പാണ്ഡുവിനെ കൂടാതെ കുന്തി മക്കൾക്കായി ജീവിച്ചു. അപ്പൊ ഇങ്ങനെ ഓരോന്ന് പഴയ സംഭവം കൂട്ടിച്ചേർത്തിട്ടാണ് പറയുന്നത്. ഇവിടെ കുന്തിക്ക് സുഖമാണോ എന്നാണ് ചോദിക്കുന്നത്. അതിനെന്ത് പറയുന്നു? പാണ്ഡു കൊണ്ട് 4 ലോകങ്ങളും കീഴടക്കിയിട്ട് ഒരു വില്ല് കൊണ്ടാണ് എല്ലാം കീഴടക്കിയിരിക്കുന്നത്. അത്രയും ധീരനായ, പക്ഷെ അവരോടൊപ്പം താമസിക്കാൻ പറ്റാത്ത ഈ കുന്തി മക്കൾക്കായിട്ടാണ് ജീവിച്ചത്. അപ്പോൾ അവർക്ക് സുഖം തന്നെയാണോ? ഇനി 41 മുതൽ 42 വരെ. യാതൊരാൾ അന്തരിച്ചു പോയാൽ പിന്നെ ധൃതരാഷ്ട്രത്തെ പറ്റിയും ചോദിക്കാതിരിക്കുന്നത് ശരിയല്ല. അതും ചോദിക്കണമല്ലോ. യാതൊരാൾ അന്തരിച്ചു പോയ സഹോദരന്റെ നേർക്ക് ദ്രോഹമേൽപ്പിച്ചു. ആര്? ധൃതരാഷ്ട്രം. യാതൊരാൾ തൻ്റെ മക്കളെ കണക്കിലധികം അനുസരിച്ച് തന്നെ അട്ടിയോടിച്ചു. തൻ്റെ മക്കളെ കണക്കിലധികം ശ്രമിച്ചുകൊണ്ടാണ് അനിയനായ എന്നെ അവിടുന്ന് ഓട്ടി ഓടിച്ചത്. അപ്പം ആരെപ്പറ്റിയാണ് ഈ പറയുന്നത്? ധൃതരാഷ്ട്രത്തെ പറ്റി. അയാളെപ്പറ്റി ഞാൻ അനുശോചിക്കുകയാണെന്ന്. കാരണം അയാൾ ഭയങ്കര കഷ്ടം തന്നെ. എന്ത് ചെയ്യാൻ പറ്റും? മക്കളിങ്ങനെ പോയി കഴിഞ്ഞാൽ ആ നിലയിൽ അദ്ദേഹത്തെ പറ്റി ഞാൻ അനുശോചിക്കുന്നു. അങ്ങനെയുള്ള ഞാൻ, അപ്പം ഇങ്ങനെയെല്ലാം എൻ്റെ ചേട്ടൻ എന്നോടെല്ലാം കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്താൽ, ആ കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം മറ്റൊരാൾക്കും നേടാൻ കഴിയാത്തത്ര ഉയരത്തിലെത്തി ഇവിടെ സഞ്ചരിക്കുകയാണ്. അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തോടടുത്തുകൊണ്ട് അവിടുന്ന് വിരക്തി വന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ എന്ത് പറ്റി? ഇത്രയും നല്ല ഉന്നതമായ സ്ഥലങ്ങളിലെല്ലാം സഞ്ചരിച്ചുകൊണ്ട് കൃഷ്ണനിൽ പോയി ലയിക്കാനുള്ള ഒരു അവസരമുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതൊരു നല്ലതായിട്ട് അങ്ങനെ കാണുകയാണ്. ഇനി 43 വിദ്യ, ധനം, കുലീനത എന്നീ 3 ആസ്പദമാക്കിയുള്ള മതത്താൽ വഴിതെറ്റിയവനും. അപ്പോൾ വിദ്യ തന്നെ എന്തുണ്ട്? നല്ല വിദ്യയുണ്ട്, ദുരുപയോഗം ചെയ്യുന്ന വിദ്യയുണ്ട്. ഈ വിദ്യയുടെ സഹായത്താൽ തന്നെയാണ് ദുര്യോധനാദികളും എല്ലാം പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോഴും വിദ്യ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അധർമ്മികളും വിദ്യയിലും ടെക്നോളജിയിലും ഉപയോഗിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. പിന്നെ ദാനത്തിൻ്റെ കാര്യം പറയേണ്ടതാണ്. പിന്നെ കുലീനത. ഇതാണ് 3 അടിസ്ഥാനപരമായ തത്വങ്ങൾ. പക്ഷെ അതിനെയെല്ലാം മിസ്യൂസ് ചെയ്തുകൊണ്ട് ഈ ലോകങ്ങളെ മുഴുവൻ സൈന്യത്താൽ വിറപ്പിച്ചു കൊണ്ടിരുന്ന അധർമ്മികളെ വധിച്ച് ശരണാഗതർക്ക് സമാധാനം സ്ഥാപിച്ച കൃഷ്ണൻ, കഴിവുള്ളതായ കൃഷ്ണൻ
അപ്പം പലയിടത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം അധർമ്മികളെയെല്ലാം കൃഷ്ണൻ വധിച്ചിട്ട് അവർക്ക് സമാധാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം അപ്പുറത്തെ ഭാഗത്ത്, കംസന്റെ ഭാഗത്ത് അദ്ദേഹം ഒരു നല്ല സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെയുള്ള അധർമ്മികളെയെല്ലാം കൊന്നൊടുക്കിയിട്ട്. പക്ഷെ ഇപ്പുറത്ത് വരുമ്പോൾ ഒരു ചെറിയ ഔദാര്യം കാണിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. കൃഷ്ണൻ തൽക്കാലം ഇവരുടെയെല്ലാം അതിക്രമത്തെ കുറെ കാലം പുറത്തു നിന്നു. കൃഷ്ണൻ സഹിക്കുകയാണ് ചെയ്തത്. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിലുള്ള സമയത്തെല്ലാം കൃഷ്ണൻ ഇടപെട്ടില്ല. എന്തേ ചെയ്തിട്ടുള്ളൂ? അവയെല്ലാം പുറത്തു കൊടുക്കുകയേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആദ്യമൊന്നും ഒന്നും ചെയ്തിട്ടില്ല, പുറത്തു കൊടുക്കുകയാണ് ചെയ്തത് അവർക്ക് വേണ്ടി. ഇനി 44. സ്വതമേ ജന്മമില്ലാത്തവനും, യഥാർത്ഥത്തിൽ കൃഷ്ണൻ എന്നത് ജനിച്ചൊന്നുമല്ല, അതിവിടെ എടുത്തു പറയുകയാണ്. കൃഷ്ണൻ എന്ന് പറയുന്നത് ജനിക്കുന്നതുമല്ല. പക്ഷേ ജന്മം വേണ്ടിവരുമ്പോൾ ദുർമാർഗികളെ ഒതുക്കുവാനായിക്കൊണ്ടും സാധാരണ നിലയിൽ ജന്മം എടുക്കുന്നതല്ല. പക്ഷെ എന്നാലും നാട്ടിൽ ജനം ദുഷിച്ച് പെരുകുമ്പോൾ ജന്മം വേണ്ടി വരുന്നുണ്ട്. ഇതിനു വേണ്ടി ദുർമാർഗികളെ ഇല്ലാതാക്കാൻ വേണ്ടി. അപ്പം ആ ജനിക്കുന്നതും ഏത് രൂപത്തിലാണ് ജനിക്കുക? ഏതെങ്കിലും രാജ്യത്തിലുള്ള വ്യക്തികളായിട്ടാണ് ജനിക്കുക. കഥയിൽ കൃഷ്ണൻ എന്ന ഒരു കഥാപാത്രത്തെ ചിന്തിച്ചാൽ അത് കഥയിലാണ്. അധർമ്മം പെരുകുമ്പോൾ, ലോകമഹായുദ്ധം നടക്കുമ്പോൾ ചില വ്യക്തികളായിട്ട് വന്നുകൊണ്ട് തന്നെയാണ് അതിനെ നയിക്കുന്നത്. അതെല്ലാം അവതാരമാണെന്ന് പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മനുഷ്യരും എല്ലാം അവതാരമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് മുമ്പിലുള്ള ഭഗവത്ഗീതയിൽ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്? പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്നെയായിട്ട് എടുത്തോളൂ. അപ്പോൾ ഒരു സ്വാതന്ത്ര്യ സമരം, ഒരു മഹാഭാരത യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ലോകമഹായുദ്ധം നടക്കുമ്പോൾ ഏതൊരു വ്യക്തിയാണോ അതിനെ നയിക്കുന്നത് അതിനെ കൃഷ്ണനായി എടുത്തുകൊള്ളൂ, അവതാരമായി എടുത്തോളൂ. നമ്മളുമെല്ലാം അവതാരം തന്നെയാണ്. ആ നിലയിൽ നമ്മൾ കാണണം. അപ്പോൾ സ്വതമേ അതേപോലെ ജന്മം എടുക്കില്ല. അത്യാവശ്യ ഘട്ടത്തിൽ ചില വ്യക്തികളായിട്ട് അത് വരും. അവരിലൂടെയാണ് ഇപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടത്തിയത് ഗാന്ധിജിയിലൂടെയാണ്. അപ്പം ഗാന്ധിജിയെ രാമനായിട്ട് എടുക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. അത് തന്നെയാണ് ഭഗവത്ഗീതയെല്ലാം പറഞ്ഞു തരുന്ന സന്ദേശം. അപ്പോൾ സ്വതവേ കർത്തവ്യമില്ലാത്ത അവസ്ഥ വരുമ്പോൾ, സ്വതവേ കർത്തവ്യമൊന്നും ചെയ്യുന്നില്ല കൃഷ്ണൻ, ഒരു കർത്തവ്യമില്ല. പക്ഷേ കർത്തവ്യം വേണ്ടവരുടെ, കർത്തവ്യമൊന്നും ചെയ്യാതിരിക്കുന്ന ജനങ്ങൾക്ക് കർത്തവ്യബോധം ഉണ്ടാക്കാൻ വേണ്ടിയും എന്ത് വരുന്നുണ്ട്? ജനിക്കുന്നുണ്ട്. അപ്പം ചില വ്യക്തികളുടെയാണ് കർത്തവ്യബോധം ഉണ്ടാക്കിക്കൊണ്ട് കർത്തവ്യം ചെയ്യിപ്പിക്കുന്നത്. അതും നമ്മൾ കാണുന്നുണ്ട്. ജനം ഒന്നിലും താല്പര്യമില്ലാതെ നടക്കുക, എല്ലാം മടുത്തിരിക്കുമ്പോൾ ചില വ്യക്തികൾ വരുമ്പോൾ നമുക്കിതൊന്ന് ശരിയാക്കാന്നെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ അവരെ പിന്നാലെ ജനം കൂടുന്നുമുണ്ട്. നമ്മളെ രാമായണത്തിൽ കുരങ്ങന്മാരെല്ലാം രാമൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്, തന്നാൽ കഴിയുന്ന തരത്തിൽ. അത് മനുഷ്യരെ തന്നെയാണ് കുരങ്ങായിട്ട് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കാലത്ത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കുറേ പാവം ജനങ്ങൾ ത്യാഗത്തിന് വേണ്ടി അവരുടെ പിന്നിൽ, അവരൊന്നും ബുദ്ധിപരമായിട്ടുള്ളതല്ല. ഈ കാലഘട്ടം ബുദ്ധിപരമായ കാര്യങ്ങൾ അങ്ങനെ കുരങ്ങന്മാർ പോലെയൊന്നും അണികളെ കിട്ടില്ല. പക്ഷെ അന്നതല്ല. ആ കാലഘട്ടത്തിൽ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാം നേതാവ് പറയുമ്പോൾ കണ്ണു അടച്ച് അങ്ങ് പോകും ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട്. ഒരു കുരങ്ങന്മാർ പോകുന്ന മാതിരിയാണ് ആ ജനത്തിൻ്റെ. അതാണ് ചില കഥാപാത്രങ്ങളിലൂടെ പറയുന്നത്. ആ ജനത്തിൻ്റെ ഒരു സ്വഭാവവിശേഷമാണ്. അവർക്ക് വേണ്ടി എന്തിനും തയ്യാറായി. അവർക്ക് ബുദ്ധി അതൊന്നും എല്ലാം കുറച്ച് കുറവാണ്. ആ കാലഘട്ടത്തിൽ ബുദ്ധി കുറവല്ലേ. വിദ്യാഭ്യാസം, ബുദ്ധി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം, ബുദ്ധിയല്ല പലതരം ബുദ്ധിയുണ്ട്. പക്ഷേ വിദ്യയും കൂടി ഉണ്ടായാലല്ലേ ബുദ്ധി ശോഭിക്കൂ. അപ്പം അങ്ങനത്തെ മനുഷ്യർ ആ ബുദ്ധി ഉപയോഗിച്ച സയൻസിൻ്റെ അടിസ്ഥാനത്തിലൊന്നും ചിന്തിച്ചിട്ടൊന്നുമല്ല, അല്ലെ രാഷ്ട്രീയം പഠിച്ചിട്ടൊന്നുമല്ല. അതുകൊണ്ടാണ് കഥാപാത്രങ്ങൾ അങ്ങനെ കഥാപാത്രമായിട്ട് ചിത്രീകരിച്ചത്. അന്നത്തെ സ്വാതന്ത്ര്യ സമര കാലത്തിൽ അന്നത്തെ ജനങ്ങളെല്ലാം
നേതാവ് പറയുന്നതിനനുസരിച്ചിട്ട് പിന്നാലെ പോകുമായിരുന്നു. അവർ പറയുന്ന തന്നെ വേദവാക്യം ആ തരത്തിലാണ്. പക്ഷെ ഈ കാലഘട്ടത്തിൽ അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ കാലത്തിൽ എല്ലാത്തിനും ബുദ്ധി കുറേ കൂടുതലാണ്. പഠിച്ച് സയൻസ് ജ്ഞാനത്തിന് അപ്പം അവരിറങ്ങണ്ടിക്കൽ അവർക്ക് ശരിയാണെന്ന് തോന്നണം. അപ്പം കർത്തവ്യബോധമില്ലാത്ത ജനങ്ങളെ കർത്തവ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ചില വ്യക്തികളായിട്ട് ഇന്നും ചിലവർക്ക് വേണ്ടിയിട്ട് നല്ല ബുദ്ധിയുള്ളവർ ചിന്തിച്ചിട്ട് ഇവൻ്റെ പിന്നാലെ അണിനിരന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യം നടക്കുന്നു വെച്ച് ബുദ്ധിയുള്ള ജനങ്ങൾ ഇന്ന് നയിക്കപ്പെടുന്നുണ്ട് ചില വ്യക്തികളിലൂടെ. അതാണ് ഇവിടെ പറയുന്നത്. അല്ലാതെ പ്രകൃതി ഗുണങ്ങൾക്ക് അതീതനായി വർത്തിക്കുന്ന അതിന് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. യഥാർത്ഥത്തിൽ ഈ കൃഷ്ണൻ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെട്ടിട്ട് ചെയ്യേണ്ട കാര്യമില്ല. അത് പ്രകൃതിക്ക് അതീതമായി നിൽക്കുന്ന ഒരു ശക്തി. ഇപ്പൊ ഇവിടെ പറയുന്ന കൃഷ്ണനെ ഏതാണ്? ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന് യഥാർത്ഥത്തിൽ ഇതിലൊന്നും തലയേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റത്തിലുള്ള എല്ലാം അത് തന്നെയാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഉയർന്നു വരുന്ന വ്യക്തികളിലൂടെ നമ്മൾ ആ ബ്രഹ്മത്തെ തന്നെയാണ് ദർശിക്കേണ്ടത്. അല്ലാതെ ബ്രഹ്മം നേരിട്ട് ഇറങ്ങി വരേണ്ട കാര്യമൊന്നും ആ ബ്രഹ്മത്തിന് ഇല്ല. അത് പറഞ്ഞ മാതിരി തന്നെ അവിടെ എങ്ങനെയാണോ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അതുമാതിരി ലോകം പോയിക്കോളും. എന്നിട്ട് 45 ഇത്രയും പറഞ്ഞതിന് ശേഷം വിദുരർ അവസാനം പറയുകയാണ് 45 ശരണാഗതരായ സമസ്ത ലോകപാലകളുടെയും നാടായ ആ ദേശത്ത് യാദവ കുലത്തിലാണ് ആ കൃഷ്ണൻ ജനിച്ചത്. ഈ പരമാത്മാവ് ജനിച്ചത് യാദവ കുലത്തിലാണ്. ആ കഥ വിസ്തരിച്ച് പറഞ്ഞാലും ആ കഥ വിസ്തരിച്ച് കേൾക്കാനുള്ള താല്പര്യമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് വിദുരര് കൃഷ്ണന്റെ സുഹൃത്തായ അല്ലെങ്കിൽ കൃഷ്ണന്റെ അനുചരനായ ഉദ്ധവരെ കണ്ടുമുട്ടിയതിന് ശേഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത്. എന്നിട്ട് എന്ത് പറയുന്നു? ആ കൃഷ്ണനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ട്. അത് വിസ്തരിച്ച് തന്നെ ഒന്ന് പറയുക. കാരണം കരകാലമായിട്ട് നാടെല്ലാം വിട്ടിട്ട് കറങ്ങി നടക്കുന്ന പാർട്ടിയാണല്ലോ. അപ്പോഴാണല്ലോ കൃഷ്ണന്റെ അനുചരനായ ഉദ്ധവരെ കാണുന്നത്. അപ്പോഴത്തെ നാട്ടിലുള്ള അവസ്ഥയും കൃഷ്ണന്റെ കാര്യങ്ങളെല്ലാം, കൃഷ്ണന്റെ പൂർണ്ണ കാര്യങ്ങളും, കൃഷ്ണന്റെ കൂടെ നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം കൃഷ്ണനെ പറ്റിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറയാൻ ആർക്കാണ് പറ്റുക? ഉദ്ധവർക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് അതെല്ലാം കേൾക്കണമെന്നുണ്ട് എന്ന് പറയുകയാണ്.